വയനാട് ആദിവാസി സ്ത്രീയുടെ മൃതദേഹത്തോടുള്ള അനാദരവിൽ വീണ്ടും നടപടി വന്നിരിക്കുന്നു. മാനന്തവാടി ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ നൌഷാദിനെ സസ്പെൻഡ് ചെയ്തു. ടിഇഒക്ക് വീഴ്ച പറ്റിയെന്ന ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. മൃതദേഹം ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയത് സർക്കാരിനും വകുപ്പിനും അവമതിപ്പുണ്ടാക്കിയെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ദീപക് മോഹൻ ചേരുന്നു വിശദാംശങ്ങളുമായി. ദീപക്, ഇത്തരത്തിൽ മൃതദേഹം കൊണ്ടുപോയത് ഗൂഢാലോചനയാണെന്ന ഒരു വാദം മറുഭാഗത്ത് നിൽക്കുമ്പോഴാണ് ഒരു ഉദ്യോഗസ്ഥനെതിരെ കൂടി നടപടി ഉണ്ടായിരിക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? വിനീത, വയനാട്ടിലെ ആദിവാസി വയോധികയുടെ മൃതദേഹം ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വീണ്ടും നടപടി ഉണ്ടായിട്ടുള്ളത്. മാനന്തവാടിയിലെ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന എക്സ്റ്റൻഷൻ ഓഫീസറായ നൌഷാദിനെയാണ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ട്രൈബൽ പ്രൊമോട്ടർ മഹേഷിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. അത് വലിയ വിമർശനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒക്കെ ഇടയാക്കിയിരുന്നു. കാരണം ഏറ്റവും താഴെത്തട്ടിലുള്ള ഒരു ട്രൈബൽ പ്രൊമോട്ടറായ ഒരു യുവാവിനെ ഇത്തരത്തിൽ സസ്പെൻഡ് ചെയ്യുന്നത് പ്രതിഷേധാർഹമാണ്. മാത്രമല്ല മുകൾ തട്ടിലുള്ള ആളുകളെ സംരക്ഷിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ പരാമർശങ്ങളും വിവാദങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടായതിനെ തുടർന്നാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസറെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവുണ്ടായിട്ടുള്ളത്. അതിൽ പ്രധാനമായും ഈ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർക്ക് വീഴ്ച വന്നു എന്നാണ് മേലുദ്യോഗസ്ഥൻ റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ഈ വയോധികയുടെ മൃതദേഹം കൊണ്ടുപോകാൻ 2 ആംബുലൻസ് നിലവിൽ ഉണ്ടായിരിക്കെ ആ 2 ആംബുലൻസ് ലഭിച്ചില്ലെങ്കിൽ പോലും മറ്റൊരു സ്വകാര്യ ആംബുലൻസ് വിളിക്കാമായിരുന്നു. അത് ആ കാര്യത്തിലും ഈ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസറുടെ ഭാഗത്തു നിന്ന് വീഴ്ച വന്നു എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് വന്നിട്ടുള്ളത്. ഈ സർക്കാരിനും അതുപോലെ തന്നെ ട്രൈബൽ വകുപ്പിനും മൃതദേഹം ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയത് അവമതിപ്പുണ്ടാക്കി എന്നും റിപ്പോർട്ടിലുണ്ട്. വിനീത.